ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 30-ാമത്തെ വാക്യം. അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. മരണത്തിന് ശേഷം മനുഷ്യൻ്റെ അവസ്ഥ എന്ത്? മരണത്തിന് ശേഷം മനുഷ്യൻ്റെ ആത്മാവ് എവിടെയാണ് ചെല്ലുന്നത് എന്നതിനെ ആസ്പദമാക്കി മരണാനന്തരാവസ്ഥയെക്കുറിച്ച് നാം തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ സംഭവത്തിൽ ധനവാനെയും ലാസറിനെയും നാം കാണുകയാണ്. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ലാസറും മരിച്ചു, പക്ഷേ മാലാഖമാർ വന്ന് അവനെ സ്വർഗീയ വിശുദ്ധ ദേശത്തേക്ക് കൊണ്ടുപോയി പരിശുദ്ധന്മാരുടെ നിരയിലേക്ക് അവനെ എത്തിച്ചു. ധനവാന് ലാസർ വസിക്കുന്നതായ പരിശുദ്ധന്മാർ വാഴുന്നതായ സ്വർഗീയ സന്നിധാനത്തിലെത്തുവാൻ കഴിഞ്ഞില്ല. അതിനെന്താണ് കാരണമെന്ന് നാം ചിന്തിച്ചു വരികയായിരുന്നു. ധനവാൻ മാനസാന്തരപ്പെട്ടില്ല, മാനസാന്തരം ഉണ്ടായിരുന്നില്ല. അതാണ് അബ്രഹാം പിതാവ് ധനവാനോട് പറയുന്നത്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് ഈ ധനവാന്റെ യാചനയ്ക്ക് മറുപടിയായി ആ വാക്യം നാം കേൾക്കുകയാണ്. അബ്രഹാം പിതാവ് പറയുകയാണ്, ഈ ധനവാന്റെ 5 സഹോദരന്മാരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവർക്ക് വേണ്ടി ഈ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണമെന്നാണ് ധനവാന്റെ ആഗ്രഹം, അവൻ്റെ അപേക്ഷ. അബ്രഹാം പിതാവ് പറയുന്നു, ലാസറിനെ അയച്ചല്ല കാര്യം നടക്കേണ്ടത്. മോശയും പ്രവാചകന്മാരും ഭൂമിയിലുണ്ടല്ലോ, പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്ന ദൈവപുരുഷന്മാരുടെ വചനം കേൾക്കട്ടെ. അവരുടെ നാവിൽ കൂടിയുള്ള വചനം കേട്ട് അവരുടെ ജീവിതത്തിൽ, ഈ ധനവാന്റെ 5 സഹോദരന്മാരുടെ ജീവിതത്തിൽ മാനസാന്തരം വരട്ടെ എന്നാണ് അബ്രഹാം പിതാവ് ഉദ്ദേശിച്ചത്. ഉടനെ പറയുന്നു, അല്ലല്ല അബ്രഹാം പിതാവേ, ഭൂമിയിലെ മോശയും പ്രവാചകന്മാരും പറഞ്ഞാലൊന്നും മാനസാന്തരപ്പെടുകയില്ല എൻ്റെ 5 സഹോദരന്മാർ. ഭൂമിയിൽ ദൈവമക്കളുണ്ട്, ദൈവപുരുഷന്മാരുണ്ട്, ദൈവത്തിൻ്റെ വേലക്കാരുണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകന്മാരുണ്ട്. പക്ഷേ അവരുടെ വാക്ക് കേട്ടാലൊന്നും മാനസാന്തരപ്പെടുകയില്ല എൻ്റെ 5 സഹോദരന്മാർ. അവർ മാനസാന്തരപ്പെടണമെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്ന് ഈ സാക്ഷ്യം അവൻ അവരോട് പറയണം. ഞാനിവിടെ യാതന അനുഭവിക്കുകയാണെന്നും ലാസർ യാതനാസ്ഥലത്തെത്താതെ പരിശുദ്ധമായ സ്വർഗീയ ശാന്തിഭൂമിയിൽ എത്തിച്ചേർന്നുവെന്നും ഉള്ളതായ വാർത്ത ഈ ലാസർ ചെന്ന് അവൻ നേരിട്ട് കണ്ടതും നേരിട്ട് അനുഭവിച്ചതുമായ കാര്യങ്ങൾ അവൻ ചെന്ന് പറയട്ടെ. അതാണ് പറയുന്നത്, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുക. വലിയ അത്ഭുതം കണ്ടാലേ അവർ മാനസാന്തരപ്പെടുകയുള്ളൂ. മരിച്ച ഒരാൾ മടങ്ങി വന്ന് നേരിട്ട് കണ്ട കാര്യങ്ങൾ ആ ആൾ തന്നെ പറഞ്ഞാൽ മാത്രമേ അവർ മാനസാന്തരപ്പെടുകയുള്ളൂ എന്നാണ് ഈ ധനവാൻ പറയുന്നത്. അബ്രഹാം പിതാവ് പറഞ്ഞു, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ആ സംഭവ വിവരണം അവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് അത് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കേണ്ടതും സംഭവിക്കാവുന്നതും തീർച്ചയായും സംഭവിച്ചേ തീരൂ എന്ന് നിർബന്ധം പിടിക്കേണ്ടതുമായൊരു കാര്യമാണ്. ഓരോരുത്തരും ഹൃദയം മാറുക. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു, മാനസാന്തരപ്പെട്ടോ എന്നെങ്ങനെ അറിയാം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കും. മാനസാന്തരത്തിന് അനുഗുണമായ, മാനസാന്തരത്തിന് അനുയോജ്യമായ പ്രവൃത്തികളുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ ബൈബിളും എടുത്ത് ഞാൻ കൂട്ടായ്മ യോഗത്തിൽ വന്നിരുന്നു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെട്ടവനാകണമെന്നില്ല.
പേരിന് മാനസാന്തരം ഉണ്ടായിരിക്കും, കൂട്ടായ്മയിലുള്ളവർക്ക് ഞാൻ മാനസാന്തരപ്പെട്ടവനാണെന്ന് ഒരുപക്ഷെ പറയാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് തന്നെ പറയാൻ പറ്റും. പക്ഷേ എൻ്റെ ജീവിതമാണ് ഞാൻ മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. എൻ്റെ അനുനിമിഷ ജീവിതം, എൻ്റെ ദൈനംദിന ജീവിതം, എൻ്റെ രഹസ്യവും പരസ്യവുമായ ഈ ജീവിതം, ആ ജീവിതത്തിൻ്റെ തനതായ വശങ്ങളിൽ എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എൻ്റെ പ്രവർത്തന മേഖലകൾ എങ്ങനെയെല്ലാം ദൈവം സന്തോഷിക്കുന്നതാണ്, ദൈവം പ്രസാദിക്കുന്നതാണ്, എൻ്റെ ഭിന്ന ഭിന്ന ജീവിത വശങ്ങളിൽ പൈശാചികൻ അവകാശം പറയുന്നതായ ഏതെങ്കിലും പാപം ഇപ്പോഴും വരുന്നുണ്ടോ, ഇതെല്ലാമാണ് നാം പരിശോധിക്കേണ്ടത്. അതില്ലാതെ ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് മാത്രം പറയുന്നതിൽ അർത്ഥമില്ല, അത് പ്രയോജനരഹിതമാണ്, അത് അർത്ഥശൂന്യമാണ്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം എന്ന് പറയുന്നത് പ്രവൃത്തിയാൽ തെളിയിക്കണം. ഗലാത്യ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് 22-ാം വാക്യത്തിൽ പറയും, ആത്മാവിൻ്റെ ഫലം കായ്പീനെന്ന്. ആത്മാവിൻ്റെ ഫലം കായ്ക്കണം. പൈശാചികൻ്റെ ഫലം കായ്ക്കുന്നവരുണ്ട്. അതിന് ബൈബിൾ പറയുന്നത് പഴയ മനുഷ്യൻ്റെ ഫലം എന്നാണ്. പഴയ മനുഷ്യൻ, ദ ഓൾഡ് ഹ്യൂമൻ ബീയിങ്, പഴയ മനുഷ്യൻ്റെ ഫലം. പഴയ മനുഷ്യൻ്റെ ഫലം, അതിന് ബൈബിളിൽ പറയുന്ന പ്രത്യേക വാക്ക് ജഡത്തിൻ്റെ ഫലം എന്നാണ്. റോമർ ലേഖനം 8-ാം അധ്യായത്തിലും ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലും അപ്പോസ്തലനായ പൗലോസ് പഴയ മനുഷ്യൻ എന്നതിന് പറയുന്ന വാക്ക് ജഡമെന്നാണ്. ദി ഓൾഡ് ഹ്യൂമൻ നേച്ചർ, ദി ഓൾഡ് ഹ്യൂമൻ ബീയിങ്. ഓൾഡ് ഹ്യൂമൻ നേച്ചർ, പഴയ മനുഷ്യ പ്രകൃതി, പഴയ മനുഷ്യൻ്റെ സ്വഭാവം. പഴയ മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. 15 കാര്യങ്ങളാണ് അപ്പോസ്തലനോട് പറയുന്നത്. ആകത്തുക പാപമയമായ പ്രകൃതി, സിൻഫുൾ നേച്ചർ. പാപത്തിൻ്റെ പ്രവൃത്തി വരാത്തപ്പോഴും, പാപത്തിൻ്റെ വാക്കുകൾ വരാത്തപ്പോഴും പാപത്തിൻ്റെ പ്രകൃതിയുണ്ട്. ദി ഓൾഡ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന പഴയ മനുഷ്യൻ്റെ പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയെ ചിലപ്പോൾ അത് വാക്കിൽ കൂടി വന്നു എന്ന് വരും, ചിലപ്പോൾ ആ പ്രകൃതി, ആ സ്വഭാവം പ്രവൃത്തിയിലൂടെ നിഴലിച്ചു എന്ന് വരും, പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു എന്ന് വരും. പ്രവൃത്തിയിലോ വാക്കിലോ വരാത്തപ്പോഴും ആ പ്രകൃതി അങ്ങനെ തന്നെയുണ്ട്. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ, മനുഷ്യൻ്റെ രക്തത്തിൽ, അവൻ്റെ പ്രകൃതിയിൽ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് അപ്പോസ്തലൻ പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതോരോന്നും വിവരിക്കാനല്ല ഞാൻ തുടങ്ങുന്നത്. പക്ഷെ ഒന്നറിയണം, ഈ ഫലം എന്നിൽ കായ്ക്കുന്നുണ്ടോ? എന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ്? മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, അശുദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രവൃത്തിയിലോ വാക്കിലോ വരാത്തപ്പോഴും ഹൃദയത്തിൽ ഈ അശുദ്ധി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത്, 7-ാം അധ്യായം 15-ാം വാക്യം, പുറത്തു നിന്നും മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല, അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അശുദ്ധമായ പ്രകൃതി, അശുദ്ധമായ സ്വഭാവം, അശുദ്ധമായ ഹൃദയം, അത് നമ്മിലുള്ളപ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് അശുദ്ധി മാത്രമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. 7-ാം അധ്യായം 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തു നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ. ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം,
വിളക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും യേശു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 18-ാം വാക്യം മുതൽ വായിക്കുമ്പോഴും ഇത് തന്നെ കാണാം. മനുഷ്യൻ്റെ അകത്തു നിന്ന് പുറപ്പെടുന്നു. എന്നാൽ അകത്തു നിന്ന് സ്നേഹം, മുമ്പ് അശുദ്ധി പുറപ്പെട്ടെടുത്തു നിന്ന്, മുമ്പ് ദുർനടപ്പിൻ്റെ ചിന്തകൾ വന്നിരുന്നിടത്തു നിന്ന്, മുമ്പ് അസൂയ വന്നിരുന്നിടത്തു നിന്ന്, മുമ്പ് വൈരുദ്ധ്യവും വൈരാഗ്യവും പകയും വിദ്വേഷവും വന്നിടത്തു നിന്ന്, ആ ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ സ്നേഹം വരുന്നു. ഇത് സാധിക്കാവുന്നതാണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്നതാണ്. നാം ഒന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മതി. കർത്താവേ, മുമ്പ് ഞാൻ പാപത്തിൻ്റെ സ്വഭാവമുള്ളവനായിരുന്നു, എനിക്ക് ആത്മാവിൻ്റെ ഫലം ഉളവാക്കാനുള്ള ഭാഗ്യം തരണമേ. നാം ഇത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, മാനസാന്തരത്തെക്കുറിച്ച് നാം ചിന്തിച്ചു വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ മാറ്റം, മനസ്സിൻ്റെ പരിവർത്തനം, നമ്മുടെ ഹൃദയത്തിൻ്റെ രൂപാന്തരം, അതാണ് നാം ലാക്കാക്കുന്നത്, അതാണ് നാം ലാക്കാക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നുണ്ടോ? ജഡത്തിൻ്റെ പ്രവൃത്തികളാണോ ഞാനിന്നും കായ്ച്ചു കൊണ്ടിരിക്കുന്നത്? അത് തന്നെത്താൻ ശോധന ചെയ്യുന്നതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന. അത് തന്നെത്താൻ ശോധന ചെയ്തിട്ട് ഈ പഴയ സ്വഭാവം എനിക്ക് മാറ്റി തരണമേ എന്ന് ദൈവസന്നിധിയിൽ നിന്ന് യാചിക്കുന്നതാണ് ശരിയായ ആത്മാർത്ഥമായ പ്രാർത്ഥന. അത് മാറി കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും ആരാധനയാണ് സ്തുതി, അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഹല്ലേലൂയ. എല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതില്ലാതെ പാപസ്വഭാവം മാറാതെ സ്തുതി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പാപപ്രവണത മാറാതെ, പ്രകൃതി മാറാതെ പ്രൈസ് ദി ലോർഡ് പറയുന്നതിൽ അർത്ഥമില്ല. പാപത്തിൻ്റെ സ്വഭാവം മാറാതെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് ചുണ്ടുകൊണ്ട് പറയാം, അർത്ഥമില്ല. ആരാധനകൾ ചുണ്ടുകൊണ്ടുണ്ട്, ഹൃദയത്തിൽ നിന്നുണ്ട്. അനേകം ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പലതും അർത്ഥവത്താണെങ്കിൽ പോലും അർത്ഥം ഗ്രഹിക്കാതെ ഇന്ന് അവയുടെ പുറമേയുള്ള ബാഹ്യമായ ചില ആചാരങ്ങളിൽ മാത്രം, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുന്നിടത്തോളമുള്ള ഭക്തിയെ പലർക്കും വന്നിട്ടുള്ളൂ. ചില കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈയിടെ വായിച്ചു, സന്താളാശ്രമത്തിൽ, സുപ്രസിദ്ധമായൊരാശ്രമമാണ്, ആശ്രമത്തിൽ അന്തേവാസികളായ ആളുകൾ, ആശ്രമവാസികളായ ആളുകൾ ക്രിസ്തുവിനെ ഭജിക്കുവാനും ക്രിസ്തുവിനെ ആരാധിക്കുവാനും ക്രിസ്തുവിൻ്റെ വേല ചെയ്യുവാനും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാനും എല്ലാമായി അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു മാനസാന്തരത്തിലേക്ക് വരുവാനുള്ള തീരുമാനത്തോടെ വന്നവരായ ആളുകളാണ് അവിടെ ഉള്ളത്. സന്തോൾ ആശ്രമത്തിൽ ഒരിക്കൽ അവിടെ ഒരു സംഭവം ഉണ്ടായി. അവിടുത്തെ മുറ്റവും മറ്റ് തൊഴുത്ത മുതലായ ഭാഗങ്ങളുമെല്ലാം വൃത്തിയാക്കുന്ന, തൂത്തുവാരുന്ന ജോലി ചെയ്യുന്നവർ ഒരാഴ്ചത്തെ അവധി കൊടുത്തു. ആശ്രമത്തിൻ്റെ നിയമം അനുസരിച്ച് പിന്നെ ആ ജോലി ചെയ്യേണ്ടത് അവിടെ ആശ്രമവാസികൾ തന്നെയാണ്. ആശ്രമവാസികളായ സിസ്റ്റേഴ്സ്, ദൈവമക്കൾ വളരെ ഭക്തിയുള്ളവരാണ്, പ്രാർത്ഥനയുള്ളവരാണ്, പല ജീവിത നിലവാരങ്ങളിൽ നിന്ന് വന്നവരാണ്. ആശ്രമവാസികൾ ആ ജോലി ചെയ്യണം, എത്ര താണ ജോലിയെന്ന് നോട്ടമില്ല, അവർ തന്നെ ചെയ്യേണ്ടതാണ്. എന്നാൽ ഒരു ഉയർന്ന കുലത്തിൽ നിന്നും, ഉയർന്ന തറവാടിൽ നിന്നും, ഉയർന്ന ജീവിത സാഹചര്യത്തിൽ വന്ന ഒരു സ്ത്രീ ഈ തൂത്ത് വൃത്തിയാക്കാൻ പറഞ്ഞത് അത് സന്തോഷിച്ചില്ല, അല്പം പ്രയാസം തോന്നി, അല്പം മടിച്ചു. ഉടനെ ഡോക്ടർ സ്റ്റാൻലി യോൺസ് ചോദിച്ചു, എന്താണ്, മാനസാന്തരപ്പെട്ടതല്ലേ, പിന്നെ എന്താണ് മടിക്കുന്നത്? ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിനുള്ള സമർപ്പണമൊക്കെ അല്ലേ എടുത്തത്? ഉടനെ പറഞ്ഞു, ഞാൻ അത്രയ്ക്ക് മാനസാന്തരപ്പെട്ടില്ല. വിനയപൂർവ്വമാണ് പറഞ്ഞത്, എതിർത്ത് പറഞ്ഞതല്ല. ആ ഒരു നിലവാരം വരെ ഞാൻ മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരപ്പെട്ടു, ക്രിസ്തു വേണമെന്നുണ്ട്, ക്രിസ്തുവിനോട് ജീവിക്കണമെന്നുണ്ട്, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു തൂപ്പുകാരിയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് താണു നിന്ന് അധ്വാനിക്കാനുള്ള മാനസാന്തരം വന്നില്ല. ഞാൻ അത്രയ്ക്ക് താഴണമോ, അത്രയ്ക്ക് ഞാൻ താണ് കുനിഞ്ഞു പോകണമോ എന്ന് ചിന്തിക്കുന്ന പല നിലവാരമുള്ളവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യമില്ല, അവിടെ യാതൊരു ജോലിക്കും മടിയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിനോളം തന്നെ താഴ്ത്താനുള്ള മനസ്സാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാനസാന്തര അനുഭവം എന്ന് പറയുന്നത്. മാനസാന്തരത്തിൻ്റെ വാക്കല്ല,
മാനസാന്തരത്തിൻ്റെ അനുഭവമാണ്. തന്നെ തന്നെ താഴ്ത്താനുള്ള മനസ്സ്, തന്നെ തന്നെ എളിമപ്പെടുത്തുവാനുള്ള മനസ്സ്, തന്നെ തന്നെ വിനയപ്പെടുത്താനുള്ള മനസ്സ്, തന്നെത്താൻ താഴാനുള്ള മനസ്സ്. ഓർക്കുക, സത്യമായ മാനസാന്തരം. ധനവാൻ മാനസാന്തരപ്പെട്ടില്ല, അവൻ്റെ 5 സഹോദരന്മാർ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് അവരേതെല്ലാം നന്മകൾ അവർക്കുണ്ടായിരുന്നാലും, ഏതെല്ലാം മനോഗുണപ്രവൃത്തികൾ അവർ ചെയ്തിരുന്നാലും, ഏതെല്ലാം സാധുജന സേവന സംരംഭങ്ങളിൽ അവർ മുഴുകിയിരുന്നാലും, ഏതെല്ലാം പ്രാർത്ഥനകൾ ഈണത്തിലോ നല്ല രാഗത്തിലോ അവർ പാടിയാലും പ്രാർത്ഥിച്ചാലും ചൊല്ലിയാലും, ഏതെല്ലാം നന്മകൾ അവരെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ അവർ ദൈവരാജ്യത്തിൽ എത്തിയില്ല. യാതനാസ്ഥലത്തേക്കാണ് പോയത്. മാനസാന്തരം ജീവിതത്തിൽ വരിക, ജീവിതത്തിൽ മാറ്റം വരിക. എങ്ങനെയാണ് ഈ മാനസാന്തരം വരിക? മാനസാന്തരം കിട്ടുന്നത് എങ്ങനെയാണ്? വേറൊന്നും വേണ്ട സഹോദരങ്ങളെ, വേറൊന്നും വേണ്ട. നീതിസൂര്യൻ ഈ ഇരുളടഞ്ഞ ഹൃദയത്തിൽ ഒന്ന് ഉദിച്ചാൽ മതി. എൻ്റെ പഴയ ഹൃദയത്തിൽ കർത്താവായ യേശു വന്ന് ജനിച്ചാൽ മതി. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വന്ന് പിറക്കുക എന്തൊരനുഭവമാണെന്നോ. അത് വർണ്ണനാതീതമായ അനുഭൂതിയാണ്, വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനാവില്ല. ഓരോ ദിവസം ചെല്ലും തോറും ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നതിൻ്റെ ആ സ്നേഹവും സൗഭാഗ്യവും സന്തോഷവും സമാധാനവും ആശ്വാസവും ഞാൻ അനുഭവിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടില്ലെന്നല്ല, ദുരിതങ്ങളോ രോഗങ്ങളോ വേദനകളോ ഇല്ലെന്നല്ല, എതിർപ്പുകളോ പ്രശ്നങ്ങളോ പലതരത്തിലുള്ളതായ വൈരുദ്ധ്യങ്ങളോ ഇല്ലെന്നല്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഇല്ലെന്നല്ല. പക്ഷേ അതിൻ്റെ എല്ലാ മധ്യത്തിൽ കർത്താവായ യേശു തരുന്നതൊരാശ്വാസം, അതനുഭവിക്കാൻ കഴിയുക, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുക, യേശു ഹൃദയത്തിലുണ്ടെന്നുള്ള ആ ഒരു പ്രാഗൽഭ്യത്തിൽ ജീവിക്കാൻ കഴിയുക. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, പരിശുദ്ധനായി നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് പിറക്കുന്ന എന്തൊരത്ഭുതം, നീ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വസിക്കുന്ന എന്തൊരത്ഭുതമെന്ന് തന്നെ എളിമപ്പെടുത്താൻ സാധിക്കുക. എന്നെപ്പോലെ പാപമയ പ്രകൃതിയുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നീ വാഴുന്നു എന്നുള്ളത് അതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഒന്ന് തിരിച്ചറിയാനിടയാവുക. അറിയുന്തോറും എളിമ വരിക, അറിയുന്തോറും ആ താഴ്മ വരിക. താഴ്മ വരുംതോറും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ സാധിക്കുക, ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുക. അതൊരു ആത്മീയ അനുഭൂതിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും മാനസാന്തരം അനുഭവിച്ചില്ലെങ്കിൽ, ക്രിസ്തു ഹൃദയത്തിൽ വാഴുന്നു എന്നുള്ള സന്തോഷം അനുഭവിച്ചില്ലെങ്കിൽ, ക്രിസ്തു വാഴുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആത്മാവിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങിയില്ലെങ്കിൽ, നിങ്ങളിൽ നീ ഫലം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാണെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അറിയിക്കട്ടെ. നിങ്ങൾ നേടേണ്ടത് നേടിയില്ല എന്ന് ഞാൻ അറിയിക്കട്ടെ. നിങ്ങൾ സമ്പാദിക്കേണ്ടത് സമ്പാദിച്ചില്ല എന്ന് ഞാൻ അറിയിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഫ്രാൻസിസ് തോംസൺ എന്ന് പറയുന്ന യുവാവ് ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഫ്രാൻസിസ് തോംസൺ. അദ്ദേഹം പഠിച്ചു, വൈദ്യശാസ്ത്രത്തിൽ പഠിക്കാൻ പോയി, മെഡിസിനെ പഠിക്കാൻ പോയി, ധാരാളം പഠിച്ചു. പക്ഷേ ജീവിതത്തിൽ വേണ്ടാത്ത വഴുവഴുപ്പുള്ള ഭാഗങ്ങളിലേക്ക് പോയി, വേണ്ടാത്ത ജീവിതത്തിലേക്ക് പോയി. വളരെ ഹീനമായ ജീവിതം നയിച്ചു, വളരെ മോശമായി ജീവിച്ചു, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ ജീവിതം നയിച്ചു. അതിനു മുൻപ് അദ്ദേഹം സെമിനാരിയിൽ പഠിച്ച് ഒരു വൈദികനാകാനുള്ള അഭ്യസനമൊക്കെ കിട്ടിയ ആളാണ്. പക്ഷേ ഒരു ഡോക്ടറാകണമെന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ സെമിനാരി പഠനം നിർത്തിയിട്ട് ഡോക്ടറാകാൻ പോയതാണ്. പഠിച്ചു. പക്ഷേ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം വളരെ മോശമായ ജീവിതത്തിലേക്ക് താണുപോയി. ഒരു സുബോധമില്ലാത്തവനെ പോലെ മദ്യപിച്ചും ലക്കുകെട്ടും വൃത്തികെട്ട ജീവിതം നയിച്ചും ആ നല്ല ആരോഗ്യവാനായ യുവാവ് അദ്ദേഹം ജീവിതം തകരാറിലാക്കി. ആരോഗ്യം ക്ഷയിച്ചു, ബലം കുറഞ്ഞു, സൗന്ദര്യം ക്ഷയിച്ചു, വെറും പേക്കോലമായി മാറി. ഈ യൗവനത്തിൽ തന്നെ ഒരു വളരെ വികൃതമായ, വളരെ പ്രാകൃതമായൊരു ഭാവമായി ഈ ഫ്രാൻസിസ് തോംസൺ. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെയോ ഒരു യാചകനെ പോലെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അദ്ദേഹം ചെറുപ്പത്തിലെ മുതലേ കവിത എഴുതാനുള്ള വാസനയുള്ള ആളായിരുന്നു. നല്ല കവനസിദ്ധിയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം ചിലതെല്ലാം കുറിച്ച് വയ്ക്കുമായിരുന്നു. അതൊന്നും പിന്നീട് എടുത്ത് നോക്കാറുമില്ല. ഒരിക്കൽ അദ്ദേഹം എവിടെയോ ഒരു
കടത്തിണ്ണയിൽ കിടന്നുറങ്ങി. അന്ന് അവിടെ അദ്ദേഹം സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എന്തോ ചിലതെല്ലാം കുറിച്ചു വെച്ചു. ആൽഫ്രഡ് മെയ്നൽ എന്ന് പറയുന്ന ഒരാൾ ഈ കുറിപ്പ് കാണുവാനിടയായി. ഇതെഴുതിയ യുവാവ് എവിടെയാണ്, ഇതെഴുതിയ ആൾ എവിടെയാണെന്ന് അന്വേഷിച്ച് നടന്നു. തെരുവോരത്ത് കൂടി അലഞ്ഞു നിൽക്കുന്ന ഈ ഫ്രാൻസിസ് തോമസിനെ കണ്ടു. മെയ്നൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. ലക്കില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. സുബോധമില്ലാത്തവനെ പോലെ നടക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിളിച്ചു കൊണ്ടുപോയി ആൽഫ്രഡ് മെയ്നലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തോമസിനോട് സംസാരിച്ചു. അദ്ദേഹത്തെ അവിടെ തന്നെ താമസിപ്പിച്ചു, പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. കേൾക്കൂ, ഈ യുവാവ് മാനസാന്തരപ്പെട്ടു. ഫ്രാൻസിസ് തോമസൺ മാനസാന്തരപ്പെട്ടു. പല നാളത്തെ ദൈവമക്കളുടെ പ്രാർത്ഥന മൂലം, മെയ്നലിൻ്റെ ഭാര്യയുടെയും പ്രാർത്ഥന മൂലം, അവരുടെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ മൂലം, ആത്മാവിൻ്റെ ഫലം ഒരു കായ്ച്ചത് മൂലം ഈ യൗവനക്കാരന് സുബോധം വന്നു. ആ ചെറുപ്പക്കാരൻ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഫ്രാൻസിസ് തോമസൺ ഒരു കവിത എഴുതി. ആ കവിതയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദ ഹൗണ്ട് ഓഫ് ഹെവൻ. ദ ഹൗണ്ട് ഓഫ് ഹെവൻ. സ്വർഗത്തിലെ വേട്ടനായ കർത്താവായ യേശു ക്രിസ്തു ഒരു വേട്ടനായെപ്പോലെ എൻ്റെ പിന്നാലെ പാഞ്ഞു വന്നു എന്നും, എന്നെ പിടികൂടിയെന്നും, എന്നെ വശീകരിച്ചുവെന്നും, എന്നെ കീഴടക്കിയെന്നുമാണ് ആ കവിതയിലെ വിഷയം. ദ ഹൗണ്ട് ഓഫ് ഹെവൻ. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തു ഇപ്പോൾ നിങ്ങളെ കീഴടക്കാൻ നിങ്ങളുടെ അരികത്ത് വന്ന് കെഞ്ചുകയാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് മുട്ടുകയാണ്. മകനെ, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ തല ചായ്ക്കട്ടെ. മോളെ, ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവളായി ഞാൻ നിന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തട്ടെ. നിൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ ഐശ്വര്യം പകരട്ടെ. നിൻ്റെ ജീവിതം ഞാനൊന്ന് സൗഭാഗ്യപൂർണ്ണമാക്കട്ടെ. നിനക്ക് നല്ല കാലങ്ങൾ ഞാൻ തരട്ടെ. നിനക്കിനിയും ശോഭനമായ വസന്തങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഞാൻ വിരിയിച്ച് തരട്ടെ. നല്ല തളിരണിഞ്ഞ നിലാവ് അണിഞ്ഞ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ പൊൻപുലരിയിലേക്ക് കുഞ്ഞേ നിന്നെ ഞാൻ നയിക്കട്ടെ. നിനക്ക് ആനന്ദം തൂകുന്ന സന്തോഷ നിമിഷങ്ങൾ ഞാൻ പകരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങളെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നാൽ ഞാൻ അവിടെ വസിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാനാണ്. മോനെ, നിൻ്റെ ഹൃദയത്തിൽ തല ചായ്ക്കാനാണ് ഞാൻ കുരിശിൽ തല ചായ്ച്ചത്. മോളെ, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ കടന്നു വരാനാണ് ഞാൻ കുരിശിൽ ജീവനെ വെടിഞ്ഞത്. നിന്നെ വിശുദ്ധീകരിച്ച് ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവനാക്കി തീർക്കാനാണ് ഞാൻ എല്ലാ കയ്പും വേദനയും ഏറ്റ് കുരിശിൽ പിടഞ്ഞു മരിച്ചത്. എൻ്റെ കുറ്റമില്ലാത്ത രക്തം ചീന്തിയത് നിൻ്റെ കുറ്റമുള്ള രക്തത്തെ മാറ്റി നിനക്ക് വിശുദ്ധ രക്തം തരാനാണ്. അങ്ങനെ നിന്നെ വിശുദ്ധീകരിക്കാനാണ് ഞാൻ കുരിശിൽ മരിച്ചത്. ഈ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കുമോ? ഈ ശബ്ദത്തിന് മുന്നിൽ നിങ്ങളൊന്ന് താഴുമോ? നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? ഇപ്പോൾ നിങ്ങൾക്ക് അവരൊരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് യേശുവിനോടൊരു വാക്ക് പറയാം. നാഥ, ഈ നിമിഷം മുതൽ ഞാൻ ആത്മാവിൻ്റെ ഫലം കായ്ക്കും. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഈ നിമിഷം മുതൽ ഞാൻ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്ന ഒരനുഗ്രഹീത ജീവിതം നയിക്കും. നാഥ, എന്നെ നീ സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആത്മാവിൻ്റെ ഫലം കായ്പാൻ, സത്യമാനസാന്തരത്തിൻ്റെ ഫലം ഉളവാക്കുവാൻ ഞങ്ങളെ നിന്ന് വിളിച്ച് വേർതിരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഈ വാക്കുകളെ കേട്ട് ഓരോരുത്തരെയും പൊന്നുനാഥൻ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആണിപ്പാടുള്ള കരം ഓരോരുത്തരെയും ശിരസിൽ വെക്കണമേ. ഇപ്പോൾ നാഥ, അനുഗ്രഹം പകരണമേ. കർത്താവേ, നാളുകളായി ഇരുളിൻ്റെ അവകാശത്തിൽ ജീവിച്ചവര്, പൈശാചികന്റെ ബന്ധനത്തിൽ കഴിഞ്ഞവര്, സാത്താന്റെ പ്രവൃത്തികൾ ചെയ്തവര്, കർത്താവേ, ദുഷ്ടതയ്ക്കും അസൂയയ്ക്കും തിന്മയ്ക്കും ഇടം കൊടുത്തവര്, ഇപ്പോൾ മനം തിരിഞ്ഞ് ഈ വാക്കുകൾ കേട്ട ഓരോരുത്തരുടെയും ഉള്ളത്തിൽ സത്യമായൊരു മാനസാന്തരം ഉണ്ടായി യേശുവിനെ കൈക്കൊള്ളാനിടയാക്കണമേ. യേശുവിലേക്ക് രൂപാന്തരപ്പെടുവാനിടയാക്കണമേ. യേശുവിലേക്ക് സമർപ്പിക്കാനിടയാക്കണമേ. നാഥാ, ഈ നിന്റെ പ്രിയ മക്കളുടെ ബന്ധനങ്ങളെ അഴിക്കണമേ. രോഗങ്ങളെ മാറ്റണമേ. ബാധകളെ അകറ്റണമേ. പൈശാചിക ശാപങ്ങളെ നീക്കണമേ. രോഗബാധകളെ അകറ്റണമേ. സാത്താന്യ ഭൂതാത്മാക്കളെ ദൂരീകരിക്കണമേ. നാഥാ, എല്ലാവരെയും രക്ഷിക്കണമേ. എല്ലാവരും നല്ല ഫലം കായ്ക്കുന്നവരായി തീരണമേ. കുടുംബ സമാധാനം അയക്കണമേ കർത്താവേ. നീറുന്ന ഹൃദയങ്ങളിൽ സമാധാനം നൽകണമേ കർത്താവേ. ശാന്തിയില്ലാതെ അഴലുന്നവരുടെ ഹൃദയത്തിലേക്ക് പുതുശാന്തി ഏകണമേ കർത്താവേ. അനുഗ്രഹം പകരണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.